ഹലോ വ്യൂവേഴ്സ്, ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് വിനീത ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 48ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി അല്ലെങ്കിൽ ഡിഷിന്റെ പേരാണ് ചെമ്മീൻ പടവലം നാടൻ കറി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ചെമ്മീൻ കറി പല വിധത്തിലും ഉണ്ടാക്കാം. ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വീഡിയോ ചെമ്മീൻ പടവലം ചേർത്ത് രുചികരമായി ഉണ്ടാക്കാവുന്ന ഒരു നാടൻ കറിയെ കുറിച്ചാണ്. ഞാൻ പടവലം വെച്ചാണ് ചെമ്മീൻ ഉണ്ടാക്കുന്നത്. പക്ഷേ പലരും വെള്ളരിക്ക വെച്ച് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് പടവലം വെച്ചാണ്. ഇത് ഒരു ഒറ്റക്കറി മെനുവായി ചോറിനോടൊപ്പം കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം. ആദ്യം കുറച്ച് കൊഞ്ച് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പടവലം ചെറുതായി ക്യൂബായി അരിഞ്ഞ് അതും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ചുമന്ന തക്കാളി, സവോള ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഞാൻ ഇതിലേക്ക് കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ തേങ്ങ ഞാൻ നല്ലവണ്ണം ഫൈനായിട്ട് അരച്ച്, അതായത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം അരച്ച് വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിലാണ് ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. കുറച്ച് കടുക് ഇടാം. ഇട്ടതിന് ശേഷം അതിലേക്ക് സവാള ഇടാം. ചെറുതായി കുത്തി കഴിഞ്ഞ സവാളയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത്തിരി ബ്രൗൺ ആവേണ്ട കാര്യമില്ല. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ ഉള്ളി കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ഇടാൻ പോവുകയാണ്. അരിഞ്ഞു വെച്ച പടവലങ്ങ, ഇനി അടുത്തായി വൃത്തിയാക്കി വെച്ച കൊഞ്ച് അത് ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിനെ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേകാൻ വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് തീ കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടാം. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. ഇനി വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കൊഞ്ചും പടവലങ്ങി തക്കാളി എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബാക്കി മസാലകളെല്ലാം ചേർക്കാൻ പോവുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി,
ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വേകണം. അടപ്പ് വെച്ച് അടയ്ക്കാം. തീ താഴ്ത്തി വയ്ക്കാം. ഇനി ഇതിലേക്ക് കൊടമ്പുളി ഇടാം. ഇനി നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഇടുകയാണ്. ഒഴിക്കാം നമുക്ക്. ഉപ്പിടാം നമുക്ക്. ഇനി അരച്ച തേങ്ങ ഇട്ടിരിക്കണം. ഇനി നമുക്കിതിനെ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം. അങ്ങനെ തീയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇടാം. ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ രുചികരമായ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുക്കിംഗ് വിത്ത് വിനീത വ്ലോഗിലെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 49ാമത്തെ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.